ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. അതും ഫുൾ മീൻ വെച്ചിട്ട് നല്ലൊരു കിഡിലെ മീൻ കറി നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് 2 വലിയ മീൻ നമ്മളിവിടെ എടുത്തത്. അപ്പോൾ ഇത് ഏട്ടവർഗത്തിൽപ്പെട്ട മീനാണ് കേട്ടോ. നമുക്കിതിൻ്റെ വാൽഭാഗമോ അതിൻ്റെ ചെകളഭാഗമോ ഒക്കെ ഒന്ന് കളഞ്ഞ് നല്ല വൃത്തിയാക്കി മീൻ എടുത്താലോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താനും മറക്കരുത്. അപ്പം നമ്മൾ ഇതുപോലെ തന്നെ മീൻ നല്ല വൃത്തിയാക്കി എടുത്തുക്കണം. നല്ല പള്ളഭാഗമൊക്കെ നല്ല വരഞ്ഞ് കൊടുത്ത് സൂപ്പറാക്കി എടുത്തുക്കണേ. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ വെളിച്ചെണ്ണ നല്ലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 സ്പൂൺ കടുകും അതേപോലെ തന്നെ 1/2 സ്പൂൺ ഉലുവയിട്ട് നല്ലൊന്ന് പൊട്ടിച്ചെടുക്കണം. നല്ലൊന്ന് പൊട്ടി തീരുമ്പോൾ നമുക്ക് അതിലേക്ക് നല്ല നെയ്സായിട്ട് തന്നെ സവോളയും അതേപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കറിവേപ്പിനയും മല്ലിച്ചപ്പും നല്ലോണം അരിഞ്ഞതും അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം നല്ലോണം പെട്ടെന്ന് മൂത്ത് കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ലോണം മൂക്കട്ടെ കേട്ടോ. ഈ നല്ലൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നല്ല പഴുത്ത 2 തക്കാളി, ചെറിയ തക്കാളി ആണെങ്കിൽ 2 തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ 1 തക്കാളി ഇതിലേക്കൊന്ന് അരിഞ്ഞത്, അത് നീളത്തിൽ അരിഞ്ഞത്. അപ്പോഴേ കാണാനും അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി അതും ചേർത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കുക. അത് നല്ലോണം വയന്ന് നല്ലോണം ഉടയാനൊന്നും നിൽക്കണ്ട. ആ സമയത്ത് തന്നെ അതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കുക. അപ്പോൾ തീ കുറച്ചതിന് ശേഷം അതിലേക്ക് ഒരു 3 സ്പൂൺ മുളകും പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിയുള്ള മുളകും പൊടി ആണെങ്കിൽ 2 സ്പൂണൊക്കെ മതിയാവും. ഞാൻ കാശ്മീരി മുളകും പൊടി മിക്സ് ചെയ്തതുകൊണ്ട് ഒരു 3 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഒരു സ്പൂൺ വലിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുത്തിക്കണേ. ഇനി ചെറിയ തീയിൽ മസാല ഒന്ന് മൂക്കാനും വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലൊരു മൂത്ത മണം വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ, ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലെ പുളി നല്ലോണം പിഴിഞ്ഞ് 2-3 തവണ പിഴിഞ്ഞിൻ്റെ വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ വാളമ്പുളി ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ സമയത്ത് കുടംപുളി ചേർത്താണ്ട് സാധാരണ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നല്ല പോലെ ഇളക്കി കൊടുക്കുക. അതിൽ കട്ടയൊക്കെ ഉണ്ടാവും, നല്ല ഈ പുളിൻ്റെ അതേപോലെ തന്നെ ആ മസാലിൻ്റെ ഒക്കെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉടച്ച് ഈ കറിയിലേക്ക് ചേരാനും വേണ്ടിയിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിക്കണേ, അത് നോക്കിയതിന് ശേഷം ബാക്കിയുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല പോലെ ഒന്നും കൂടി ഇളക്കി കൊടുത്ത് ഒന്ന് തിളക്കാനും വേണ്ടി വെയിറ്റ് ചെയ്യുക. തിളച്ചാൽ മാത്രം പോരാ, തിളച്ചാൽ നല്ലൊന്ന് കുറുകിയ ഗ്രേവി ആയി വരണം, നല്ലോണം തിക്കായിട്ടുള്ള ഗ്രേവി ആയി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നല്ല പോലെ തിളച്ച് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിക്കാണ്. ഈ സമയത്ത് നമുക്ക് മുറിച്ച് വെച്ച മീൻ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പം മീൻ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പൊന്തി കിടക്കും മീനൊക്കെ. അവർ വെള്ളം നല്ലോണം ഇത് മുങ്ങാൻ മാത്രമല്ല വെള്ളം ഉണ്ടാവില്ല. അപ്പം മുങ്ങട്ടെന്ന് കരുതി കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കൊന്നും വേണ്ട. നമ്മളൊന്ന് മൂടി വെച്ചാണ് മീൻ പതുക്കൊന്ന് വേവിക്കുകയാണെങ്കിൽ ആ വെള്ളം തന്നെ ധാരാളമായിക്കാരം നമ്മുടെ മീൻ വേവാൻ. അപ്പോഴേ നമ്മളെ മീൻ കറിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അതിലേക്ക് മീനിൻ്റെ തലി അതേപോലെ തന്നെ മീനിൻ്റെ കാമ്പൊക്കെ ഇട്ടെടുത്തതിന് ശേഷം അതിലേക്ക് കറി അതിലേക്ക് ആവില്ലെങ്കിൽ ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കണം. ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കുക. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയാണ്ട് തിരിച്ചു മറിച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതി. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമ്മളെ മീനൊക്കെ നല്ലൊന്ന് വെന്ത് കേട്ടോ. അപ്പോൾ ഈ ഏട്ടക്കന്നെ പൊതുവെ കുറച്ച് മറ്റുള്ള മീനുകാട്ടി കുറച്ച് വേവ് കൂടുതലേക്കാരം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ മീനൊക്കെ നല്ലോണം വെന്തിട്ട് ഇനി നമുക്കൊന്ന് തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് നല്ലോണം വെന്തുകൂടെ നോക്കുക, അല്ലെങ്കിൽ അപ്പുറം ഇപ്പുറമൊക്കെ നല്ലോണം തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം കറി ഒന്നും കൂടി ഒന്ന് തിക്കാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക. നല്ലോണം ആ ഗ്രേവിയൊക്കെ മീനിൻ്റെ മുകളിലൊക്കെ ഒന്ന് പിടിക്കുമ്പോഴാണ് നമ്മുടെ മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം നല്ലോണം ഇളക്കി കൊടുത്തിക്കണം. ഇളക്കി കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നിക്കണം കേട്ടോ. കണ്ടില്ല നിങ്ങൾ, അടിപൊളി ആയിക്കണേ. ഈ സമയത്തൊക്കെ നല്ല കപ്പ ഉണ്ടല്ലോ, കപ്പ കണ്ട് കറി വെച്ചതിന് ശേഷം അതിക്കൊക്കെ കുറച്ച് മീൻ കറി കൂട്ടി കഴിക്കണമെങ്കിലോ അടിപൊളി ആയിക്കാരം എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെ ആയിക്കാരം. ഇനിയിപ്പോൾ കപ്പൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിൻ്റെ കൂടി ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനൊക്കെ കിടിലൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ കാണാൻ ഭംഗിയുള്ളതും അതുപോലെ കഴിക്കാൻ രസമുള്ളതും അതിലെ റെസിപ്പി ആയിട്ട് ഇനിയും വരാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.